നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ. നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഗ്യാസ്ട്രൈറ്റിസ് വരുന്ന സമയത്ത് ആളുകൾ പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ള ഡൗട്ട്സൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് കാരണം ചിലപ്പം വർഷങ്ങളായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ്, നിങ്ങളിപ്പോൾ പ്രമേഹത്തിനോ അല്ലെങ്കിൽ ബി പിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് മെഡിക്കേഷൻസ് കഴിക്കുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഗ്യാസിൻ്റെയും ഒക്കെ ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട്. അപ്പം ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ മെയിനായിട്ട് പറയുന്നത്, ചില ആളുകൾ പറയുന്നത് അവർക്ക് ഗ്യാസ് ആണ്, വയറ് നന്നായിട്ട് തള്ളി വരുന്നു അല്ലെങ്കിൽ വീർത്ത് വരുന്നു, ഈ ശ്വാസം കിട്ടാത്ത പോലെ വരുന്നു, നെഞ്ചിലും ഈ ഒരു ത്രോട്ടിൻ്റെ ഏരിയയിലൊക്കെ ഒരു പിടുത്തം വരുന്നു എന്നുള്ളത്. എന്നാൽ ചില വിഭാഗം ആളുകൾ പറയുന്നത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു എരിച്ചിലാണ്, വയറിൽ നിന്ന് എരിച്ചിൽ വരുന്നു, നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് എരിച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പുളിച്ച് തേട്ടിയിട്ട് വരുന്നു. ഇങ്ങനെയാണ് ചില ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാം. ഇത് രണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ വയറ്റിൽ അഥവാ ആമാശയത്തിലുള്ള HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് ഡൈജഷന് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കുറവോ അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം രണ്ട് വിഭാഗം ആളുകളാണെങ്കിലും ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ആസിഡ് കൂടുതലാണ് അല്ലെങ്കിൽ ഈ ഒരു നെഞ്ചരിച്ചിലും പുളിച്ചുതട്ടലൊക്കെ കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളാണെങ്കിലും നമ്മുടെ പ്രായത്തിനെയും ആരോഗ്യത്തിനെയും മാനസികാവസ്ഥയും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓവറായി നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അസുഖങ്ങൾ വരാം. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരാം. അങ്ങനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ, നമ്മളിപ്പോൾ ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഓരോരോ അസുഖങ്ങൾ പിടിപെടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാം. അത് എല്ലാത്തിനെയും ഡിപ്പെൻഡഡ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഗ്യാസ്ട്രൈറ്റിസ് വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ഇന്നിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡാണ്. ഇപ്പം നിങ്ങളൊരു സാൻഡ്വിച്ചോ ബർഗറോ അല്ലെങ്കിൽ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഫുഡ് എന്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സോസ് തരുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ അങ്ങനെ ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മളിത് എല്ലാ ദിവസവും കഴിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇങ്ങനെയുള്ളത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചവച്ചരച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്, പെട്ടെന്ന് വിഴുങ്ങിയിടുന്ന ഫുഡ് പെട്ടെന്ന് വിഴുങ്ങിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും വരാം. അതുപോലെ തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും വരാം. ചില പ്രായമായുള്ള ആളുകൾ പെട്ടെന്ന് ഫുഡ് കഴിക്കും, അവർക്ക് പല്ലും ചിലപ്പം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ വിഴുങ്ങിയിടാറുണ്ട്. അവരിൽ കൊളസ്ട്രോൾ രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട, അസിഡിറ്റി ഒക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ടൈം ഗ്യാപ്പ് എടുക്കാൻ പാടില്ല. അതായത് ഒരു മീൽസ് കഴിഞ്ഞ് നെക്സ്റ്റ് മീൽസിലോട്ട് ഒരു 6 അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നെക്സ്റ്റ് മീൽസ് കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഡൈജഷൻ സ്ലോ ആക്കാനും അല്ലെങ്കിൽ ഡൈജഷൻ കൂടുതലായിട്ട് ടൈം എടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് HCl പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമലി നമ്മൾ മലയാളികൾ എല്ലാം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ചായ എടുക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ചായയും നമ്മൾ ഒരുമിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒന്നും അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഇപ്പോൾ ഈ ചായയിലൊക്കെയുള്ള ടാനിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഈ ഒരു അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത്, നമ്മുടെ ഡൈജഷൻ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ദഹനം വളരെ പതുക്കെ മാത്രമേ നടക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി HCl ആസിഡ് അവിടെ ഉണ്ട്. നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ആസിഡിൽ നിന്ന് എന്താവും, കുറച്ചും കൂടി അതൊന്ന് നിർവീര്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഡൈജഷൻ കപ്പാസിറ്റി അവിടെ കുറയുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച പാടെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറച്ചൊരു ടൈം ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കുളിക്കുന്നത്. ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കുളിക്കുമ്പോഴും ഈ സെയിം കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ മെക്കാനിസമാണ് നടക്കുന്നത്. ഇവിടെ അഗ്നി അല്ലെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവ് ഫയർ കുറയുന്നു. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ച്
ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക. നോർമലി നമ്മുടെ ശരീരത്തിൽ ഒരു ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3 hours എടുക്കുമ്പോഴാണ്. ഒരു 3 to 4 hours കഴിയുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ ഒരു 3 hours വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 1 hour എന്താണെങ്കിലും കഴിയണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് മാത്രമേ നിങ്ങളൊരു കുളിക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, രാത്രി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിക്കുന്നു, ചൂടാക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ടൈമിൽ നമ്മളിത് ചൂടാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിലും അസിഡിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇവരൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിരുദ്ധ ആഹാരം, അതായത് വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. അതായത് പാലും പുളിയുള്ള ഫ്രൂട്ട്സും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാത്രി സമയത്ത് തൈര് കഴിച്ചാൽ അത് നമുക്ക് വിരുദ്ധമാണ് ശരീരത്തിന്. അതുപോലെ തന്നെ മത്സ്യവും അതുപോലെ തന്നെ ഈ പുളിയുള്ള ഫ്രൂട്ട്സും കൂടി കഴിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ വിരുദ്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ മാറുകയും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യം തന്നെ സംഭവിക്കുന്നത് എന്താണ്? ദഹനം ഇംപ്രോപ്പർ ആവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അസിഡിറ്റി പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നത്. അപ്പം പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. പിന്നെ ഒന്ന് മെയിനായിട്ട് നമ്മുടെ ഫുഡാണ്. ഫുഡിൽ നമ്മളിപ്പം കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെച്ചപ്പുകൾ, മയണൈസ് അല്ലെങ്കിൽ അജിനോമോട്ടോസ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം 4-5 ചായ കോഫിയോ ഒക്കെ കുടിക്കുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഫ്ലോറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പം ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുക. ചവച്ചരച്ച് ഫുഡുകൾ കഴിക്കുക. കറക്റ്റ് ഒരു 6 hours ഗ്യാപ്പ് എടുക്കുന്നതിന്, അതായത് അതിൽ കൂടുതൽ ടൈം ആവാൻ പാടില്ല. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചിന് മുൻപേ ആ ഒരു ടൈം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു 6 hours തന്നെ നിങ്ങളുടെ ലഞ്ച് കംപ്ലീറ്റ് ആയിട്ടിരിക്കണം. പിന്നെ ഒരു ഈവനിങ് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൻ്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ടും ഈ തടിയുള്ള ആളുകളിൽ അവർ പറയുന്നൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്. വയറ് പെട്ടെന്ന് വീർത്ത് വരുന്നു, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും ബുദ്ധിമുട്ട് വരുന്നു, ടോയ്ലറ്റിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നു എന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്ന സമയത്ത് ബോഡിയിൽ ഈ സ്ട്രെസ്സും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കാര്യങ്ങളും കൂടുന്നു. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇൻഫ്ലമേഷൻസ് വരുന്നു. മെയിനായിട്ടും ഗട്ടിലാണ്, കുടലിലൊക്കെ കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻസ് വരുന്നു. ഇൻഫ്ലമേഷൻസ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ്. അപ്പം അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഡയറ്റിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുക. കൂടുതലായിട്ടും എരിവും പുളിയും ഉപ്പും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കാതെ നോക്കുക. നോർമലായിട്ടുള്ളൊരു ലെവലിൽ നമുക്കത് കഴിക്കാം. അതുപോലെ തന്നെ മുളകൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ എമൗണ്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചില ആളുകൾ പറയാറുണ്ട് മുളക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കാന്താരി മുളക് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ കാന്താരി മുളകാണെങ്കിലും നമ്മൾ എടുക്കുന്നതിനും കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണ ഉണ്ട്. അത് മാത്രമേ നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അൾസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഈവൻ കുരുമുളക് പൊടിയാണെങ്കിലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഓയിലിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക. പിന്നെ എല്ലാ ദിവസവും ഒരു എക്സസൈസ്, നമുക്കുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഒക്കെ ഓക്കെ ആയാൽ മാത്രമേ കുടലിൻ്റെ ആ ഒരു ചലനം ഈസി ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ജങ്ക് ഫുഡുകൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, കൂൾ ഡ്രിങ്ക്സുകൾ, അങ്ങനെയുള്ള പേസ്ട്രീസ്, ഓവർ മധുരമായിട്ട് വരുന്ന നമുക്ക് നല്ല രീതിയിൽ മധുരമൊക്കെ വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പക്ഷേ എല്ലാ ദിവസവും ഒരുപാട് എമൗണ്ടിൽ കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അസിഡിറ്റി പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നത്. അപ്പം ഇത് അക്യൂട്ടായിട്ടും
ആളുകളിൽ കണ്ടുവരാം, ക്രോണിക് ആയിട്ടും കണ്ടുവരാം. അപ്പം ചിലപ്പം എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് പറയാറുണ്ട്, അക്യൂട്ടായിട്ട് വരാറുണ്ട്. ചില ആളുകൾക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ക്രോണിക് ആയിട്ടുള്ള അൾസറും കാര്യങ്ങളും, അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ല പ്രോബയോട്ടിക്സ് ആയ തൈര്, മോരൊക്കെ ഉൾപ്പെടുത്തുക, പ്രീഫൈബേഴ്സ് ഉൾപ്പെടുത്തുക, ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ചിയ സീഡ്സ് പോലുള്ള സീഡ്സുകളൊക്കെ ഉൾപ്പെടുത്തുക. നട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നട്ട്സ് എടുക്കാതിരിക്കുക. അതും റോസ്റ്റഡ് പരമാവധി ഒഴിവാക്കുക. റോസ്റ്റഡും സാൾട്ടഡും ആയിട്ട് വരുന്ന നട്ട്സുകൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ കോക്കനട്ടൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. കോക്കനട്ട് കൂടുതൽ സമയം തിളപ്പിക്കുന്നതും വേവിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് അത് പച്ചയോട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു മുട്ട, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാട ഒഴിവാക്കിയ പാല്, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ചെറു മത്സ്യങ്ങളായിട്ടുള്ള മത്തി, അയല അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക. ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കീപ്പ് ചെയ്ത് പോകാനും താല്പര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.